Hi students, Industry Instrumentation and Automation 5th module Hydraulic Actuating Systems എന്ന ടോപ്പിക്കാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ടോപ്പിക് ഓൾറെഡി നിങ്ങളോട് ഞാൻ സെൽഫ് സ്റ്റഡി നടത്താൻ പറഞ്ഞൊരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ടൈം ഉണ്ടായതുകൊണ്ട് ഞാൻ ഈ ടോപ്പിക് ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാമെന്ന് കരുതി. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഹൈഡ്രോളിക് ആക്ച്വേറ്റിംഗ് സിസ്റ്റം, അതേപോലെ അതിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ്, പിന്നെ എന്തൊക്കെയാണ് അതിനകത്തുള്ള വേരിയസ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ components. So first of all, എന്താണ് ഹൈഡ്രോളിക് ആക്ച്വേറ്റിംഗ് സിസ്റ്റം? ഇപ്പോൾ ആക്ച്വേറ്റിംഗ് സിസ്റ്റംസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഏതൊരു സിസ്റ്റമാണ് നമ്മളുടെ ഇലക്ട്രിക്കലായിട്ടൊരു കൺട്രോൾ സിഗ്നലിനെ നമുക്ക് വേണ്ട ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അതായത് ഒരു ഇൻഡസ്ട്രിയൽ ഫീൽഡ് അല്ലെങ്കിൽ ഓട്ടോമോട്ടീവ് ആയിട്ടുള്ള ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിന് വേണ്ട രീതിയിൽ കൺവേർട്ട് ചെയ്യുന്നവരെയാണ് നമ്മൾ ആക്ച്വേറ്റിംഗ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. സോ ഹൈഡ്രോളിക് ആക്ച്വേറ്റിംഗ് സിസ്റ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഫ്ലൂയിഡ് പവർ ഉപയോഗിച്ചിട്ട് ഒരു മെക്കാനിക്കൽ ഫോഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക. സോ നമ്മളുടെ ഇലക്ട്രിക്കലായിട്ടൊരു കൺട്രോൾ സിസ്റ്റം കൺട്രോൾ സിഗ്നലിനെ നമ്മൾ ഫ്ലൂയിഡ് പവർ ആക്കുന്നു, എന്നിട്ട് ഈ ഫ്ലൂയിഡ് പവർ ഉപയോഗിച്ച് നമ്മളൊരു മെക്കാനിക്കൽ ഫോഴ്സ് ഉണ്ടാക്കുന്നു. സോ ഫ്ലൂയിഡ് പവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഫ്ലൂയിഡ്, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഫ്ലൂയിഡ് ആയിരിക്കും. ഇനി എന്താണ് ഫ്ലൂയിഡ് പവർ? ഫ്ലൂയിഡ് പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പറയാവുന്നത് ഒരു ടെക്നോളജിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സുകളെ ജനറേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ട്രാൻസ്മിറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ് ഫ്ലൂയിഡ് പവർ ടെക്നോളജി എന്ന് പറയുന്നത്. സോ നെറ്റ് റിസൾട്ടായിട്ട് നമുക്ക് കിട്ടുന്നത് നമ്മൾ ഫ്ലൂയിഡ് പവർ ഉപയോഗിച്ചിട്ട് ഒരു മെക്കാനിക്കൽ ഫോഴ്സ് അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ എലമെൻറ്റിൻ്റെ മൂവ്മെൻറ്റിന് വഴിയൊരുക്കുക ചെയ്യുന്നു. ഇനി ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്ലൂയിഡ്, പലതരത്തിലുള്ള ഫ്ലൂയിഡ്സ് അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്ലൂയിഡിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കംപ്രസിബിൾ ആയിരിക്കരുത്, ഇൻകംപ്രസിബിൾ ആയിരിക്കണം. അതായത് നമ്മൾ എത്രമാത്രം പ്രഷർ അതിനകത്ത് അപ്ലൈ ചെയ്യുന്നു അത്രയും പ്രഷറിനെ അതിന് ഫുള്ളി അത് ലോസ് ഇല്ലാണ്ട് തൊട്ടടുത്തുള്ള യൂണിറ്റിലേക്ക് അല്ലെങ്കിൽ ഏത് മെമ്പറാണോ ആ ഫ്ലൂയിഡുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഏത് സിസ്റ്റമാണോ ആ ഫ്ലൂയിഡിക് സിസ്റ്റമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് ആ സിസ്റ്റത്തിലേക്ക് ഫുള്ളി കൺവേ ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയുള്ള ഫ്ലൂയിഡ്സ് ആയിരിക്കും നമ്മൾ ഹൈഡ്രോളിക് ആക്ച്വേറ്റേഴ്സിനകത്ത് ഉപയോഗിക്കുന്നത്. ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള, ഹൈലി ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള, അതായത് അവർ നമ്മൾ കൊടുക്കുന്ന പ്രഷറിനെ അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള മെമ്പർ യൂണിറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു മെമ്പർ എലമെൻറ്റിലേക്ക് കൺവേ ചെയ്യും. അവിടെ പ്രഷറിൻ്റെ ലോസ് ഒന്നും ഉണ്ടാവില്ല. സോ ഇത് ബേസിക്കലി വർക്ക് ചെയ്യുന്നത്, ഹൈഡ്രോളിക്സ് ബേസിക്കലി വർക്ക് ചെയ്യുന്നത് പാസ്കൽസ് ലോ അനുസരിച്ചാണ്. സോ എന്താണ് പാസ്കൽ ലോ? നമുക്കറിയാം ഒരു ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ അതിന് എപ്പോഴും ഒരു കണ്ടെയ്നിങ് വെസൽ അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു പാത്രത്തിലായിരിക്കും നമ്മൾ അതിനെ എടുത്ത് വെച്ചിരിക്കുക, അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ബീക്കർ എനിത്തിങ് ആ ഫ്ലൂയിഡിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു വെസലായിരിക്കും. സോ സപ്പോസ് കുറച്ച് ഫ്ലൂയിഡ് ഞാനൊരു കണ്ടെയ്നറിനകത്ത് എടുത്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഞാൻ ചെറിയ പ്രഷർ അപ്ലൈ ചെയ്തു. ആ പ്രഷർ പാസ്കൽ ലോ പ്രകാരം ഈ പ്രഷർ എൻ്റയർ ഫ്ലൂയിഡിലേക്ക് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യും. പ്രഷർ നെറ്റ് പ്രഷർ എന്ന് വെച്ചാൽ അൺഡിമിനിഷ്ഡ് ആയിരിക്കും. അതായത് നമ്മൾ കൊടുക്കുന്ന പ്രഷറിന് അവിടെ ഒരു ലോസ് ഉണ്ടാകത്തില്ല. ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാമെന്ന് മാത്രമല്ല, ഇത് ആ കണ്ടെയ്നറിൻ്റെ ഓരോ പോയിന്റിലും ഒരു ചെറിയ പ്രഷർ എക്സേർട്ട് ചെയ്യുകയും ചെയ്യും. ആ കണ്ടെയ്നറിൻ്റെ ഓരോ പോയിന്റിൽ റൈറ്റ് ആംഗിളിലായിട്ടായിരിക്കും ഇത് പ്രഷർ എക്സേർട്ട് ചെയ്യുന്നത്. സോ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷറിനെ ത്രൂ ഔട്ട് ആ ഫ്ലൂയിഡിൽ മൊത്തത്തിൽ അത് സ്പ്രെഡ് ആവുകയും അതുമാത്രമല്ല ആ കണ്ടെയ്നറിൻ്റെ ഓരോ പോയിന്റിലും ഈ ഫ്ലൂയിഡ് പ്രഷർ എക്സേർട്ട് ചെയ്യുന്നു, അത് റൈറ്റ് ആംഗിളിലായിരിക്കും എക്സേർട്ട് ചെയ്യുന്നത്. ഇതാണ് പാസ്കൽസ് ലോ. സോ മെയിൻലി നമ്മൾ ഹൈഡ്രോളിക് ആക്ച്വേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് ഹൈ സ്പീഡും അതേപോലെ ലാർജ് ഫോഴ്സ്. അപ്പോൾ ലാർജ് ഫോഴ്സ് എന്ന് കഴിഞ്ഞാൽ നമുക്കൊരു മെക്കാനിക്കൽ മൂവ്മെൻ്റ് ആണെന്ന് തോന്നി. അപ്പോൾ അവിടെ ലാർജ് ഫോഴ്സുകളും അതേപോലെ തന്നെ ഹൈ സ്പീഡിലായിട്ടുള്ള മെക്കാനിക്കൽ മൂവ്മെൻറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈഡ്രോളിക് ആക്ച്വേറ്റേഴ്സിനെ യൂസ് ചെയ്യുന്നത്. ഇനി രണ്ടാമത് നമ്മൾ നോക്കുന്നത് എന്താണ് ബേസിക് പ്രിൻസിപ്പിൾ. സോ ബേസിക് പ്രിൻസിപ്പിൾ ഞാൻ പറഞ്ഞു പാസ്കൽ ലോയാണ്. പാസ്കൽസ് ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കൺഫൈൻഡ് ആയിട്ടൊരു ഫ്ലൂയിഡിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രഷർ ത്രൂ ഔട്ട് ദ ഫ്ലൂയിഡിൽ ഈക്വലി ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യും. അതേപോലെ തന്നെ പ്രഷർ അവിടെ ഡ്രോപ്പ് ഉണ്ടാകത്തുമില്ല. അതുമാത്രമല്ല, ഈ ഏത് വെസലിലാണോ അതിനെ കണ്ടെയ്ൻ ചെയ്യുന്നത് ആ വെസലിൻ്റെ ഓരോ പോയിന്റിലും അത് റൈറ്റ് ആംഗിളിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുകയും ചെയ്യും. സോ ഇതിനെ ഗവേൺ ചെയ്യുന്ന നമുക്കറിയാം, ഫോഴ്സ് ഈക്വൽ ടു
pressure into area. So ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് രണ്ട് രീതിയിൽ ഫോഴ്സിനെ കൂട്ടാം. ഒന്നെങ്കിൽ പ്രഷർ അപ്ലൈ ചെയ്യുന്നത് കൂട്ടാം, അല്ലെങ്കിൽ ഏരിയ കൂട്ടാം. സോ ഹൈഡ്രോളിക് സിസ്റ്റത്തിൻ്റെ കേസിൽ നമ്മൾ ചെറിയ പ്രഷറിന് പോലും മാക്സിമം ഏരിയ കവറേജ് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ചെറിയ പ്രഷറിന് മാക്സിമം ഏരിയ കവറേജ് കൊടുക്കുമ്പോൾ ഒബ്വിയസ്ലി അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് വേണ്ട കൺട്രോൾ സിഗ്നൽസ് എന്ന് വെച്ചാൽ വളരെ ചെറിയ സിഗ്നൽസ് ആയിരിക്കും. സോ ഈ സിഗ്നൽസ് വെച്ചിട്ട് നമ്മൾ ആ സിഗ്നലിനെ ഡയറക്റ്റ്ലി ഒരു പ്രഷറിലേക്ക് കൺവേർട്ട് ചെയ്യും. സോ ഒബ്വിയസ്ലി നമുക്ക് കിട്ടുന്ന കൺട്രോൾ സിഗ്നൽ ചെറുതാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പ്രഷറും വളരെ ചെറിയ ക്വാണ്ടിറ്റി ആയിരിക്കും. സോ ഈ പ്രഷർ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു വലിയ ഏരിയയിലേക്ക് പാസ്കൽ ലോ പ്രകാരം ഈ ഒരു പ്രഷറിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. അങ്ങനെ നമുക്ക് കിട്ടുന്ന ഫോഴ്സ് കൂടുതലായിരിക്കും. സോ ഇതാണ് എല്ലാ ഹൈഡ്രോളിക് ആക്ച്വേറ്റർ സിസ്റ്റത്തിൻ്റെയും ബേസിക് പ്രിൻസിപ്പിൾ. ഇനി നമ്മൾ നോക്കുന്നത് ഹൈഡ്രോളിക് ആക്ച്വേറ്റേഴ്സിനകത്തുള്ള കമ്പോണൻറ്റ്സ്. സോ ഇതാണ് ഒരു ഹൈഡ്രോളിക് ആക്ച്വേറ്റർ സിസ്റ്റം. ഒരു ഹൈഡ്രോളിക് ആക്ച്വേറ്റർ സിസ്റ്റത്തിൽ നമ്മൾ മെയിൻലി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിക് ആക്ച്വേറ്റർ ആണ്. കാര്യം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഹൈഡ്രോളിക് അല്ലെങ്കിൽ ഫ്ലൂയിഡിൻ്റെ ഒരു പവറിനെ മെക്കാനിക്കൽ ഫോഴ്സിലേക്ക് അല്ലെങ്കിൽ മെക്കാനിക്കൽ ടേമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഈ ഒരു ഹൈഡ്രോളിക് ആക്ച്വേറ്റർ ആണ്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതിൻ്റെ കൂടെ ഒരു പമ്പുണ്ട്, ഒരു ഹൈഡ്രോളിക് പവർ സപ്ലൈ ഉണ്ട്, വാൽവ് ഉണ്ട്, ഒരു പൊസിഷൻ മൂവിങ് ഒരു മെക്കാനിസം ഉണ്ട്, അതേപോലെ ഒരു പൊസിഷൻ സെൻസറും ഒരു കൺട്രോളറും ഉണ്ട്. ഇനി നമ്മൾ 1 by 1 ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഇവിടെ ഒരു ഫോഴ്സാണ് അല്ലെങ്കിൽ പ്രഷറിനെയാണ് നമ്മൾ ഫോഴ്സായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ ഒബ്വിയസ്ലി നമുക്ക് വേണ്ട ഏതാണോ കൺട്രോൾ സിഗ്നൽ ആ കൺട്രോൾ സിഗ്നൽ പറയുന്നതിനനുസരിച്ചുള്ള ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഒരു പമ്പ് സിസ്റ്റമാണ്. സോ ഈ പമ്പ് സിസ്റ്റത്തിൻ്റെ ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പമ്പിലേക്ക് ചെല്ലുന്ന ഫ്ലൂയിഡിനെ എന്ത് റിക്വയർഡ് ലെവലിലേക്ക് പ്രഷറൈസ് ചെയ്യുക എന്നുള്ളതാണ് പമ്പിൻ്റെ ജോലി. സോ ഒബ്വിയസ്ലി ഈ പമ്പ് വഴിയാണ് ഈ ഫ്ലൂയിഡിനെ നമ്മൾ പ്രഷറൈസ് ചെയ്യിക്കുന്നത്. സോ എത്രമാത്രം പ്രഷർ കൊടുക്കണം ഇതെല്ലാം ചെക്ക് ചെയ്യുന്നത് കൺട്രോളേഴ്സ് വഴിയായിരിക്കും. ഇനി ഈ മൊത്തം സിസ്റ്റത്തിനും വർക്ക് ചെയ്യാനുള്ള പവർ കൊടുക്കുകയാണ് നമ്മുടെ ഹൈഡ്രോളിക് പവർ സപ്ലൈയുടെ ഡ്യൂട്ടി. ഇനി ഇങ്ങനെ നമ്മൾ പ്രഷറൈസ് ചെയ്ത ഒരു ഫ്ലൂയിഡിനെ നമ്മൾ വാൽവ് വഴിയാണ് ഹൈഡ്രോളിക് ആക്ച്വേറ്റേഴ്സിൽ എത്തുന്നത്. സോ വാൽവ്സിനെ പറ്റി നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു. വാൽവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമുക്കറിയാം ഒരു ഓൺ ഓഫ് മെക്കാനിസത്തിന് വാൽവിനെ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഫ്ലോ റേറ്റിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം, അതേപോലെ പ്രഷറിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് വാൽവ്സിനെ ഉപയോഗിക്കാം. സോ ഈ പമ്പ് വഴി പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ഫ്ലൂയിഡിനെ നമ്മൾ വാൽവിൽ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് വേണ്ട പ്രഷർ അവിടെ അച്ചീവ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ത്രൂ വാൽവും നമുക്ക് പ്രഷർ അച്ചീവ് ചെയ്യാൻ പറ്റും. സോ ഈ വാൽവിൽ നിന്ന് നമുക്ക് വേണ്ട റേറ്റിൽ വേണ്ട ഫോഴ്സിൽ അല്ലെങ്കിൽ വേണ്ട പ്രഷറിലുള്ള ഫ്ലൂയിഡ് ഹൈഡ്രോളിക് ആക്ച്വേറ്ററിൽ എത്തും. ഇനി ഹൈഡ്രോളിക് ആക്ച്വേറ്ററാണ് നമ്മൾ ഈ കൊടുത്ത ഫ്ലൂയിഡിൻ്റെ പ്രഷറിനനുസരിച്ച് ഒരു മെക്കാനിക്കൽ മൂവ്മെൻറ്റ്, അത് ലീനിയർ ആവാം റോട്ടറി ആവാം, ഈ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കുന്നത്. സോ ഈ മൂവ്മെൻറ്റ് ഇൻ എഫക്റ്റ് ഉണ്ടാകുന്നത് ഒരു പൊസിഷൻ മേക്കിംഗ് മെക്കാനിസം ഉണ്ടാകും. അത് ചിലപ്പം എന്തെങ്കിലും ഒരു റോഡോ അങ്ങനെ എന്തെങ്കിലും ആവാം. സോ ആ ഒരു മൂവ്മെൻറ്റ് അവിടെ അറിയാൻ പറ്റും. ഇനി നമ്മളുടെ ഹൈഡ്രോളിക് ആക്ച്വേറ്റർ ഉണ്ടാക്കിയത് റിക്വയർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആസ് പെർ കൺട്രോളർ ഇൻസ്ട്രക്ഷൻ പ്രകാരമുള്ള മൂവ്മെൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പൊസിഷൻ സെൻസറിനെ യൂസ് ചെയ്യും. സോ നമ്മൾ പലതരം സെൻസേഴ്സ് പഠിച്ചിട്ടുണ്ട്. പൊസിഷൻ കോണ്ടാക്റ്റ് ഉള്ളത്, കോണ്ടാക്റ്റ് മേക്ക് ചെയ്യാത്തതായിട്ടുള്ള പൊസിഷൻ സെൻസേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് സെൻസേഴ്സ് ഉണ്ട്. ഈ സെൻസേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ അതിൻ്റെ കറക്റ്റായിട്ടാണോ മൂവ്മെൻറ്റ് എന്നുള്ളത് ചെക്ക് ചെയ്യും. ഇതിനെ ഒരു കൺട്രോളറിൽ നമ്മൾ ഫൈനലി കൊടുക്കും. സോ കൺട്രോളർ നമ്മുടെ ടാർഗറ്റ് എന്തായിരുന്നു, ഇപ്പോൾ അച്ചീവ് ചെയ്തത് എന്താണ്, ഈ രണ്ടിൻ്റെയും തമ്മിലുള്ള മാർജിൻ ചെക്ക് ചെയ്തിട്ട് ഫൈനലി അത് ഓക്കെ ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യും. ഇനി ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം കൺട്രോളറിൽ നിന്ന് വാൽവിലേക്കൊരു സിഗ്നൽ പോകുന്നുണ്ട്. അതായത് വീണ്ടും പ്രഷർ കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, അതിനനുസരിച്ച് നമ്മുടെ മൂവ്മെൻറ്റ് മാറ്റാം. സോ ഇതാണ് നമ്മളുടെ ഹൈഡ്രോളിക് ആക്ച്വേറ്റർ സിസ്റ്റത്തിൻ്റെ ഒരു ബേസിക് ബ്ലോക്ക് ഡയഗ്രം. സോ ഇൻ കേസ് എന്താണ് ഈ ഹൈഡ്രോളിക് ആക്ച്വേറ്റർ സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഡയഗ്രാം വെച്ചിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇനി ഓരോ കമ്പോണൻറ്റ്സ് അല്ലെങ്കിൽ ഇതിനകത്ത് ഓരോ പാർട്സ് നമുക്ക് 1 by 1 ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. സോ പമ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞു, വേണ്ട പ്രഷർ കൊടുക്കുന്നതാണ് പമ്പ്. രണ്ടാമതുള്ളൊരു കമ്പോണൻ്റ് ആയിരുന്നു വാൽവ്. വാൽവിൻ്റെ ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ഷൻ, ഫ്ലോയുടെ ഡയറക്ഷൻ, ഫ്ലോയ്ക്കുള്ള പ്രഷർ, അതുപോലെ ഫ്ലോ റേറ്റിനെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് വാൽവിൻ്റെ ഡ്യൂട്ടി. ഇനി മൂന്നാമത്തെ ആളാണ് ആക്ച്വേറ്റർ. സോ ആക്ച്വേറ്ററിൻ്റെ ഡ്യൂട്ടി ഫ്ലൂയിഡ് പ്രഷറിനെ മെക്കാനിക്കൽ മൂവ്മെൻറ്റിലേക്ക് കൊണ്ടുപോവുക, ലീനിയർ അല്ലെങ്കിൽ റോട്ടറി. ഇനി അടുത്ത
ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ് പൈപ്സ്. നമ്മൾ പല ആക്ച്വേറ്റിംഗ് സിസ്റ്റത്തിന് പല എലമെൻസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഫ്ലൂയിഡാണ്, സോ പൈപ്പാണ് ഇവിടുത്തെ കണക്റ്റിംഗ് എലമെൻ്റ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത നമ്മൾ ഫ്ലൂയിഡ് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്കിവിടെ 2-3 എക്സ്ട്രാ ആൾക്കാർ ആവശ്യമുണ്ട്. അതാണ് അക്യുമുലേറ്റർ, റിസർവോയർ, ഫിൽട്ടർ. സോ ഫിൽട്ടർ നിങ്ങൾക്കറിയാം, നമ്മുടെ ഫ്ലൂയിഡിനെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് കണ്ടാമിനൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് പാർട്ടിക്കിൾസോ ഡസ്റ്റോ അങ്ങനെയുള്ളതൊക്കെ ട്രാപ്ഡ് ആയി കഴിഞ്ഞാൽ അത് സിസ്റ്റത്തിനെ മൊത്തത്തിൽ ബാധിക്കുന്നുണ്ട്. അതിനെ ഫിൽട്ടർ ചെയ്ത് ക്ലീൻ ആയിട്ടുള്ളൊരു ഫ്ലൂയിഡിനെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിൽറ്റേഴ്സ് ഉപയോഗിക്കും. അതേപോലെ റിസർവോയേഴ്സും അക്യുമുലേറ്റേഴ്സും നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റോറേജ് പർപ്പസിനാണ്. അതിന് വരുന്ന വീഡിയോസിൽ നമ്മൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. പിന്നുള്ളത് സെൻസേഴ്സാണ്. സോ സെൻസേഴ്സിൻ്റെ ഡ്യൂട്ടി നമുക്കറിയാം, നമ്മൾ ഈ കൊടുത്ത അല്ലെങ്കിൽ നമ്മളുടെ ഫൈനൽ റിസൾട്ടിനെ വാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെൻസേഴ്സ് ഉപയോഗിക്കുന്നത്. സോ ആ ഇൻ എഫക്റ്റ് ഉണ്ടായ മെക്കാനിക്കൽ ഫോഴ്സ് ആപ്റ്റ് ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് സെൻസേഴ്സ് യൂസ് ചെയ്യും. ഈ സെൻസേഴ്സ് സെൻസ് ചെയ്ത സിഗ്നലിനെ, ഫീഡ്ബാക്ക് സിഗ്നലിനെ കൺട്രോളറിൽ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കൺട്രോളർ അതിനനുസരിച്ചൊരു ഡിസിഷൻ തരും. ഇനി കൺട്രോളേഴ്സ് എന്ന് പറയുമ്പോൾ ബേസിക്കലി നമുക്കറിയാം മൈക്രോ കൺട്രോളർ അല്ലെങ്കിൽ PLC ആയിരിക്കും ഉപയോഗിക്കുന്നത്. സോ ഈ കൺട്രോൾ മെക്കാനിസം വഴിയായിരിക്കും എൻ്റെ സിസ്റ്റം മൂവ് ചെയ്യുന്നത്. പിന്നെ ഹൈഡ്രോളിക് ആക്ച്വേറ്റേഴ്സ് നമ്മൾ മെയിൻലി ഹൈഡ്രോളിക് പ്രഷർ യൂസ് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രിയൽ പ്രോസസ്സിനായിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹൈഡ്രോളിക് ആക്ച്വേറ്റേഴ്സിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഫ്ലൂയിഡ് ഹൈലി ഇൻകംപ്രസിബിൾ ആയിരിക്കണം. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ ലോസ് ആവാണ്ട് ഫുള്ളി ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് ലോസ് ഇല്ലാണ്ട് അല്ലെങ്കിൽ അൺഡിമിനിഷ്ഡ് ആയിട്ട് ഫുള്ളി ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ഹൈലി ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള ഫ്ലൂയിഡ്സിനെ യൂസ് ചെയ്യണം. പിന്നെ ഈ ഒരു ഫ്ലൂയിഡിൽ ഉപയോഗിച്ചിട്ട് ഫ്ലൂയിഡിൻ്റെ പ്രഷർ ഉപയോഗിച്ചിട്ട് നമ്മളൊരു മെക്കാനിക്കൽ ഓപ്പറേഷനിലേക്ക് എത്തുകയാണ്. സോ ഒബ്വിയസ്ലി ഫ്ലൂയിഡ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു മോട്ടർ അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് മെക്കാനിസം ആയിരിക്കണം നമ്മൾ ഈ ഒരു ഹൈഡ്രോളിക് ആക്ച്വേറ്റർ സിസ്റ്റത്തിനകത്ത് യൂസ് ചെയ്യുന്നത്. അതേപോലെ നമുക്ക് കിട്ടുന്ന മെക്കാനിക്കൽ മോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീനിയറോ അല്ലെങ്കിൽ റോട്ടറി അല്ലെങ്കിൽ ഓസിലേറ്ററി മോഷൻ ആയിരിക്കും നമുക്ക് റിസൾട്ട് ചെയ്യുന്നത്. സോ ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്ത 2-3 കാര്യങ്ങൾ ഇതാണ്. എന്താണ് ഹൈഡ്രോളിക് ആക്ച്വേറ്റേഴ്സ്? സോ ഹൈഡ്രോളിക് ആക്ച്വേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ കൺട്രോൾ സിഗ്നലിനെ ഒരു പ്രഷർ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യും. ഈ പ്രഷർ സിഗ്നൽ ഉപയോഗിച്ചിട്ട് നമുക്ക് വേണ്ട മെക്കാനിക്കൽ ഫോഴ്സിനെ ജനറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആളാണ് ഹൈഡ്രോളിക് ആക്ച്വേറ്റേഴ്സ്. സോ അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ പാസ്കൽസ് ലോ ആയിരുന്നു. അതേപോലെ അതിൻ്റെ കമ്പോണൻസ് നോക്കിക്കഴിഞ്ഞാൽ സിമ്പിൾ കമ്പോണൻസ് ആണ്, പക്ഷേ ഓരോ കമ്പോണൻറ്റിനും അതിൻ്റേതായ രീതിയിൽ ഒരു ഫങ്ഷൻ ഇതിനകത്ത് എസ്റ്റാബ്ലിഷ്ഡ് ആണ്. താങ്ക് യു.